ഇപ്പം ചില ആളുകൾ നമ്മളോട് ചോദിക്കാറുണ്ട്, ഞാൻ കുറേ സ്വലാത്ത് ചൊല്ലി, എന്താണ് തങ്ങളെ കാണാത്തത്? ഹിക്കമിലെ ഒന്നാമത്തെ ഹിക്കമത്ത് പ്രകാരം തന്നെ അത് തെറ്റാകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത അമലുകളെ അവലംബിച്ച് തെറ്റുകൾ വരുന്ന സമയത്ത് റജാ കുറഞ്ഞു പോകുന്നത് അത് ശരിയല്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരാൾ കുറെ അമലുകൾ ചെയ്തു, ഒരു സമയത്ത് അയാളുടെ അമലുകൾ കുറയുന്നു. ആ അമലുകൾ കുറഞ്ഞാൽ അയാൾക്ക് റബ്ബിന്റെ അടുത്ത് പ്രതീക്ഷ നഷ്ടപ്പെടാൻ പാടില്ല എന്നാണ് പറയുന്നത്. ആ പറഞ്ഞതിന്റെ അർത്ഥം അതിന്റെ നേരെ പറഞ്ഞാൽ മനസ്സിലാവില്ല. അതിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അമലുകൾ കുറെ ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കണേ, ഞാൻ കുറെ അമലുകൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അള്ളാന്റെ അടുത്ത് രക്ഷപ്പെടും എന്ന പ്രതീക്ഷ കുറെ ഉണ്ടാവുകയും അമല് കുറയുന്ന സമയത്ത് അള്ളാന്റെ അടുത്ത് രക്ഷപ്പെടും എന്ന പ്രതീക്ഷ കുറയുകയും ചെയ്യാൻ പാടില്ല എന്നാണ് ഈ പറയുന്നത്. ഇത് പ്രത്യക്ഷത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ അല്ലല്ലോ, മറ്റതല്ല വേണ്ടതെന്ന് ചിന്തിക്കുക. പക്ഷെ അതിന്റെ പോയിന്റ് എന്താണെന്നറിയോ? നിങ്ങളുടെ അല്ലെങ്കിൽ എൻ്റെ അമല് കൊണ്ടല്ല നമ്മൾ രക്ഷപ്പെടൽ അള്ളാന്റെ കാര്യം കൊണ്ടാണ്. എന്ത് അമലെടുത്തിട്ടും കാര്യമില്ല, അത് അള്ളാഹു സ്വീകരിച്ചോ എന്ന് അറിയില്ല. അവിടെ പോയിന്റ്. എത്ര കോടിക്കണക്കിന് രൂപ ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചിട്ടും കാര്യമില്ല, അള്ളാഹു അത് സ്വീകരിച്ചോ നമുക്കറിയില്ല. ഒരാൾ പറയാണ്, ഞാനിപ്പോ അൽഹംദുലില്ലാ 1 കോടി രൂപ പള്ളി കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ മദ്രസ ഉണ്ടാക്കാൻ 15 സെന്റ് സ്ഥലം കൊടുത്തിട്ടുണ്ട്, അതാണ് അപ്പൊ ആകെ ഒരു പ്രതീക്ഷ. അതും അയാൾക്ക് എന്തായാലും ഉണ്ടാവില്ല സാധനം, കാരണം അയാൾക്ക് അതിൽ പ്രതീക്ഷ വന്നുപോയി. അതിന്റെ ഒരു ഇനി അള്ളാന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുകയാണെങ്കിൽ എങ്ങനെയാണെന്നറിയ വിഷയം. നമ്മൾ അള്ളാന്റെ അടുത്തേക്ക് ചെല്ലുന്നത്, ഞാൻ തന്നെ കുറെ നിസ്കരിച്ചിട്ടുണ്ട്, ഞാൻ തന്നെ കുറെ നോമ്പൂറ്റു, ഞാൻ തന്നെ കുറെ ബുർദല്, ഞാൻ തന്നെ കുറെ സ്വലാത്തിൽ, ഇതൊക്കെ ഉണ്ടല്ലോ. ഞാനായിട്ടാണ് ചെല്ലുന്നത്, സമർപ്പിച്ചിട്ടല്ല ചെല്ലുന്നത്. അള്ളാഹ് വിചാരിക്കും ഇയ്യെന്നൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഞാൻ തന്നെ ഇവിടെ ഉള്ളിക്ക് ബോഡി പാസ് തരൂലേ പറയുന്നത് മനസ്സിലാവുണ്ടോ? അതായത് നമ്മൾ ചെയ്യുന്ന അമലുകൾ ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് കുറഞ്ഞു പോയാൽ സങ്കടം വരണം, പക്ഷെ അത് എങ്ങനെയാവരുത്? ആ അമല് പഴയ അവസ്ഥയിൽ എത്തിയാൽ ഞാൻ അതുകൊണ്ട് രക്ഷപ്പെടും എന്ന ചിന്തയിലാവരുത് എന്നാണ് ആ പറഞ്ഞതിന്റെ ആകത്തുക. അമല് കുറഞ്ഞാൽ നിസ്കാരം അഥവാ ഖളാ അടുത്തു കഴിഞ്ഞാൽ ഒരു ബേജാറുണ്ടാവരുത് എന്നല്ല പറയുന്നതിന്റെ അർത്ഥം. ബേജാർ എന്തായാലും ഉണ്ടാവണം, പക്ഷെ എൻ്റെ ആ നിസ്കാരം കൊണ്ട് ഞാൻ രക്ഷപ്പെടാൻ മാത്രം എൻ്റെ ഇബാദത്തുണ്ട് എന്ന് വരാൻ പാടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ചില ആളുകൾ ഇങ്ങനെ പറയും, 2 കോടി സ്വലാത്ത് ഞാൻ ചൊല്ലിയിട്ട് എൻ്റെ ജീവിതത്തിൽ മൊത്തം ചൊല്ലിയ സ്വലാത്ത് 2 കോടി, ഇതുവരെ റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? എൻ്റെ 2 കോടി റസൂലുള്ളാഹിനെ കാണാൻ മാത്രം ഉണ്ട് എന്നല്ല അതിന്റെ അർത്ഥം. ഒരിക്കലും ഉണ്ടാവൂല സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇനി 15 കോടി എത്ര കോടി സ്വലാത്ത് ചൊല്ലിയാലും പടച്ചോനെ ഒന്നും ആയിട്ടില്ല പടച്ചോനെ. കാരണം ഒരു ദിവസം തന്നെ 86,400 സെക്കൻഡ് ഉണ്ട്. ആ ഒരു ദിവസത്തെ 86,400 സെക്കൻഡിലും ഞങ്ങളെ സ്നേഹിച്ചവരാ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ 86,400 സെക്കൻഡ് സ്വലാത്ത് എന്താ ഒരു ദിവസം ചൊല്ലാൻ കഴിയൂലെന്നല്ല. ഈ ഒരാൾ ഭക്ഷണം ഫുൾ ഒഴിവാക്കി അങ്ങനെയൊക്കെ നടന്നേക്കാം ഒരു സെക്കൻഡിൽ തെറ്റാതെ. ചില നാവ് സ്വലാത്തിന് വേണ്ടി വഴങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ നാവിനും ആഗ്രഹം ഉണ്ടാവില്ലേ എന്നെ കൊണ്ട് സ്വലാത്ത് ചൊല്ലപ്പെടണം എന്ന്. അങ്ങനെ കുറേ ചൊല്ലിക്കഴിഞ്ഞാൽ നാവ് സ്വലാത്തിൽ സമർപ്പിതമായി കഴിഞ്ഞാൽ ആ നാവ് മറ്റൊരു നാവ് 1 മിനിറ്റ് കൊണ്ട് ചൊല്ലുന്നതിനേക്കാളും ഈ സമർപ്പിതമായ നാവ് 1 മിനിറ്റ് കൊണ്ട് കൂടുതൽ സ്വലാത്ത് ചൊല്ലിയേക്കാം. ചിലപ്പോൾ അതിൽ കൂടുതൽ സ്വലാത്ത് വന്നേക്കാം. ആ ചർച്ചയല്ല, സാധാരണ ചർച്ചയാണ് ഞാൻ പറയുന്നത്. കാരണം ദീനിന്റെ ഏതൊരു കാര്യം സംസാരിക്കുമ്പോൾ അതിന് വ്യത്യസ്തമായ വശങ്ങളുണ്ടാവും, തെറ്റിദ്ധാരണ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ നമ്മൾ എത്ര സ്വലാത്ത് ചൊല്ലി കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു ഒരു ദിവസം 86,400 സെക്കൻഡ്, ആ മുഴുവൻ സെക്കൻഡ് സമയത്തും നമ്മളെ സ്നേഹിക്കുന്നു തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഒരു സെക്കൻഡിൽ ഒരു സ്വലാത്ത് വെച്ചിട്ട് പോലും ഒരു ദിവസം ചെല്ലാൻ കഴിയില്ലേ? ആരാ ഇവിടെ 10,000 സ്വലാത്തിൽ നിന്ന് ആൾക്കാർ ഇവിടെ? 5,000 ചൊല്ലുന്നവരെവിടെ? അവനവന് ഒഴിവുണ്ടായാൽ തിരക്കൊന്നുമില്ലെങ്കിൽ ഒക്കെ ചെയ്യുന്ന ഒരു ഏർപ്പാടായിട്ട് റസൂലുള്ളാഹിനോടുള്ള സ്നേഹം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് മാറുന്നു. ഞാൻ ആളെ പറയാതൊരു സംഭവം പറയാം. എൻ്റെ ഈ ഒരാള്, സ്ഥലവും പറയുന്നില്ല, ഒരാളോട്, അത് ഞങ്ങൾക്ക് നേരിട്ടുണ്ടായ അനുഭവം. ഞാനൊരു പരിപാടിക്ക് ക്ഷണിച്ചു. പവിത്രമായ ഒരു പരിപാടിയാണ്, തങ്ങളൊക്കെ വന്ന പരിപാടിയാണ്. അപ്പോൾ ഞാൻ ക്ഷണിച്ചു. എന്താണെന്നുള്ള വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞില്ല. ഞാനൊരു റസൂലുള്ളാഹിന്റെ മജ്‌ലിസ് എന്നേ പറഞ്ഞിട്ടുള്ളൂ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അയാൾ ക്ഷണിക്കപ്പെടേണ്ട ഒരാളാണ് എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇയാൾ എന്നോട് പറയാ, ഞാൻ നോക്കട്ടെ, പ്രത്യേകിച്ച് തിരക്കൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ
ഞാൻ വരാൻ നോക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ വരണ്ട, ദയവായി വരരുത്. കാരണം നിങ്ങളിപ്പോൾ പറഞ്ഞതിൽ ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു. കാരണം ഞാൻ മനസ്സ് വെച്ച് കൊണ്ടിരുന്നൊരു കാര്യമില്ല. ഞാൻ അയാളോട് പറയണം. ഞാനിപ്പോൾ നിങ്ങളോട് ആളെ പേര് പറഞ്ഞിട്ടില്ലല്ലോ. അത് അയാളോ അയാളെപ്പോലെ ആരെങ്കിലും അവർക്കൊക്കെ ഉള്ള പാഠമാണത്. അള്ളാഹു താല ഇനി ഞാനിത് പറഞ്ഞിട്ട് ഇത് കേട്ടിട്ട് ആർക്കൊക്കെ ഹൈർ കിട്ടും, അതിലൊക്കെ പ്രതിഫലം അയാൾക്ക് കിട്ടും. അപ്പോൾ അത് അയാൾ അള്ളാഹു സ്നേഹിച്ചത് കൊണ്ടാണ് അങ്ങനെ പറയിപ്പിച്ചത്. മനസ്സിലായില്ലേ? ഏതാണ് അയാൾ ചിന്തിക്കല്ലേ? അയാളെ കൊണ്ടാണ് ഇത് പറയേണ്ടി വന്നത്. ഇത് സോഷ്യൽ മീഡിയയിൽ മറ്റൊക്കെ നമ്മൾ ഔട്ട് ചെയ്യുകയാണെങ്കിൽ എത്രയോ ആളുകളിലേക്ക് ഹൈറെത്തും. അപ്പോൾ അത് അയാൾക്കാണ് കൂലി കിട്ടുക. അള്ളാഹു എങ്ങനെ ഒരാളെ സ്നേഹിക്കാൻ നമുക്ക് പറയാൻ പറ്റൂല. ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങളുടെ എല്ലാ ഒഴിവും കഴിഞ്ഞിട്ട് നിങ്ങൾ റസൂലുള്ളാഹിനെ സ്നേഹിക്കലല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഓർമ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ വരേണ്ട മജ്‌ലിസ് അല്ല ഹബീബിൻ്റെത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ ഓർമ്മ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദുനിയാവിന്റെ മറ്റെല്ലാ തിരക്കുകളിലും പെട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് ഓർമ്മിക്കേണ്ട ആളാണോ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? അല്ല. അവ സാധു മനുഷ്യൻ, നല്ല മനുഷ്യനാ. എന്നോട് പറഞ്ഞു, ഞാൻ അങ്ങനെ ഓതി പഠിച്ചിട്ടൊന്നുമില്ല. അപ്പൊ ഞാൻ ഓതി പഠിച്ചിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു, അത് ഓതി പഠിക്കണതല്ല, അത് കിതാബിൽ ഇങ്ങനെ മഹബത്ത് കിതാബ് അതിന്റെ അങ്ങനെ ഉണ്ടാക്കുന്ന സാധനം അല്ല അത്. ഞാനൊരു അദ്ദേഹത്തോട് ഉദാഹരണം പറഞ്ഞു കൊടുത്തു. നിങ്ങളെ ഉമ്മ, ഞാൻ ഒരാളെ കുറിച്ചല്ലോ പറയുന്നത്, നിങ്ങളെ കുറിച്ചാണ് പറയുന്നത്, അത് ശ്രദ്ധിക്കണോ. ഉദാഹരണം അയാളുടേതായ ഒരു സംഭവം ഒറിജിനൽ ഉണ്ടായതാണ്, ഈ റബീഉൽ അവ്വൽ ഉണ്ടായതാണ്. പക്ഷേ ഞാൻ അയാളെ കുറിച്ചെല്ലാം സംസാരിക്കുന്നത്. അയാൾ നിങ്ങൾക്ക് അറിയില്ലല്ലോ, നമ്മൾ ഓരോരുത്തരോടാണ് സംസാരിക്കുന്നത്. ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങളെ ഉമ്മ നിങ്ങളോട് പറയാം, എടാ ഇന്ന് വൈകുന്നേരം ഭക്ഷണം കഴിക്കാൻ, ഇയാൾ വേറെ വീടെടുത്ത് പോയാളാ, നിങ്ങളെ ഉമ്മ നിങ്ങൾ വിളിക്കുകയാണ്, ഇന്ന് വൈകുന്നേരം രാത്രി ഭക്ഷണം കഴിക്കാൻ നീ എൻ്റെ അടുത്തേക്ക് വരണിട്ടടാ എന്ന് ഉമ്മ സ്നേഹത്തോടെ പറഞ്ഞാൽ, നിങ്ങൾ ഉമ്മാനോട് ഉമ്മ ഞാൻ നോക്കട്ടെ, ഓർമ്മ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് തിരക്കൊന്നും ഇല്ലെങ്കിൽ വരാന്ന് പറയോ? ഉമ്മാനെ സ്നേഹിക്കുന്ന മാന്യനായ ഒരാൾ പറയോ? അറിയില്ല. ഇനി തിരക്കുണ്ട്, രാത്രി മീറ്റിംഗ് ഉണ്ടെങ്കിൽ ഇയാൾ എന്താ പറയാ? മീറ്റിങ്ങിന്റെ മാനേജറോട് പറയും, മാനേജർ ഇന്ന് വരാൻ പറ്റില്ല, ഉമ്മ അങ്ങനെ പറഞ്ഞിട്ടില്ലേ. അതല്ലേ മഹബത്ത്, സ്നേഹം. അതല്ലേ ഉമ്മാനോട് പോലും നിങ്ങൾ നോ അറിയില്ല, പിന്നെയാണോ ഹബീബിന്റെ മജ്‌ലിസിനെ കുറിച്ച് നിങ്ങൾ അങ്ങനെ പറയുന്നത്? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.